വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിംഗ് ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് ക്ഷണമില്ല. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ചടങ്ങ് എന്നാണ് വിശദീകരണം. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ച പട്ടികയിലാണ് വി.ഡി. സതീശന്റെ പേര് വെട്ടിയിരിക്കുന്നത്. ചടങ്ങിൽ താൻ പങ്കെടുക്കുമെന്നും എന്നാൽ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയത് സങ്കുചിത രാഷ്ട്രീയമാണെന്നുമാണ് എം വിൻസെന്റ് എം.എൽ.എ പ്രതികരിച്ചിരിക്കുന്നത്. ഇടതുമുന്നണി സർക്കാരിന്റെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാനാണോ പ്രധാനമന്ത്രി വരുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും എം വിൻസെന്റ് പറഞ്ഞു. ഒരു ഭാഗത്ത് വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന് പറയുക, വേറൊരു ഭാഗത്ത് സങ്കുചിതമായ രാഷ്ട്രീയം കാണിക്കുക. ഈ തുറമുഖ ഉദ്ഘാടന ചടങ്ങ് സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയാണ്. പ്രതിപക്ഷ നേതാവ് വാർഷികാഘോഷ പരിപാടികളിലൊന്നും പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് ഈ പരിപാടിയിൽ ക്ഷണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. ഒന്നുകിൽ വാർഷികാഘോഷ പരിപാടിക്കാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് എന്ന് വ്യക്തമാക്കണം, അതല്ലെങ്കിൽ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമാണ് ഈ തുറമുഖ ഉദ്ഘാടനം എന്ന് കള്ളം പറഞ്ഞ മന്ത്രി ആ വാക്ക് തിരുത്തുകയും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതിരുന്ന ആ നടപടി പിൻവലിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. സലീം മാലിക് ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്തു നിന്നുണ്ട് വിവരങ്ങളുമായി. സലീം, ഈ വിഴിഞ്ഞം തുറമുഖ കമ്മീഷനിങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ഒഴിവാക്കിയത് ബോധപൂർവമാണ് എന്ന വിമർശനമാണോ പ്രതിപക്ഷത്തിനുള്ളത്? അതിന്റെ ഭാഗമായി ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാനോ മറ്റോ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നുണ്ടോ? മുൻപ് തന്നെ ഈ കാര്യത്തിലുള്ള പ്രതിഷേധവും വിമർശനങ്ങളും ഒക്കെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഇതൊരു രാഷ്ട്രീയ വിവാദമായി ഇപ്പോൾ മാറിയിരിക്കുന്നത്? വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അതിന്റെ ചർച്ച നടക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ അതിന്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും ചർച്ചയും ഒക്കെ നടക്കാറുണ്ട്. UDF-ഉം LDF-ഉം ഒക്കെ അത് അവരുടെ നേട്ടം എന്ന നിലയിൽ അവകാശവാദം ഉന്നയിക്കാറുമുണ്ട്. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട് മറ്റന്നാൾ ചടങ്ങ് നടക്കാനിരിക്കെ അതിന് മുൻപ് തന്നെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്. അത് പ്രതിപക്ഷ നേതാവിനെ ആ ചടങ്ങിൽ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ്. സർക്കാർ വിശദീകരിക്കുന്നത് അത് സർക്കാരിന്റെ വാർഷിക പരിപാടിയാണ്, അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തത്. പ്രതിപക്ഷ നേതാവ് മറ്റെല്ലാ പരിപാടികളിലും സർക്കാരിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് കൊണ്ടാണ് ക്ഷണിക്കാത്തത് എന്നുള്ളതാണ്. പക്ഷേ അത് മനഃപൂർവ്വമായാണ് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സ്വാഭാവികമായും നേരത്തെയും സമാനമായി പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ ഈ സ്ഥലം MLA ആയ എം വിൻസെന്റിനെയും സ്ഥലം MP ആയ ശശി തരൂരിനെയും മാത്രം ക്ഷണിച്ചുകൊണ്ട് ആഘോഷമായി വിഴിഞ്ഞത്തെ ട്രയൽ റൺ നടത്തിയിരുന്നു. അന്ന് ശശി തരൂർ ആ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയും എം വിൻസെന്റ് പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിനു മുൻപ് വിഴിഞ്ഞത്ത് ആദ്യമായി കപ്പലെത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ എം വിൻസെന്റിനെയും ശശി തരൂരിനെയും 3 പേരെയും ക്ഷണിക്കുകയും 3 പേരും പങ്കെടുക്കുകയും ചെയ്തിരുന്നതാണ്. അന്ന് ആ പരിപാടിയിൽ വെച്ച് LDF സർക്കാരിനെ വിമർശിക്കുകയും ഒപ്പം വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച ഉമ്മൻചാണ്ടി സർക്കാരിനെയും ഉമ്മൻചാണ്ടിയെയും പുകഴ്ത്തിയും ആനോളം പുകഴ്ത്തിയുമായിരുന്നു പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിരുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അതിൽ ഒരു സ്വാഭാവികമായും പ്രതീക്ഷിച്ചിരുന്നത് പോലെ പ്രതിപക്ഷം വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തു. പക്ഷേ എങ്കിലും ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ UDF തീരുമാനിച്ചിട്ടില്ല. 2 പേരും MP-യും MLA-യും പങ്കെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. വികാര വായ്പോട് കൂടിയാണ് തങ്ങൾ വിഴിഞ്ഞത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞ് എന്ന നിലയിലാണ് തങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ആ ചടങ്ങിൽ പങ്കെടുക്കും എന്നുള്ളതാണ് പറയുന്നത്. സ്വാഭാവികമായും അങ്ങനെ ചടങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ മെയ് 2-ന് നടക്കുന്ന ചടങ്ങിൽ എം വിൻസെന്റ് MLA സംസാരിക്കുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്ത് തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ആ നിലപാട് തിരുത്തണം എന്നുള്ളതാണ്, മന്ത്രി തിരുത്തണം എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ 2ാം വാർഷിക സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് എന്നുള്ളതാണോ പറയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ എം വിൻസെന്റ് MLA ചോദിച്ചത്. അങ്ങനെയെങ്കിൽ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ 2ാം വാർഷിക ചടങ്ങുകൾക്ക് പങ്കെടുക്കുന്നതിന് പ്രധാനമന്ത്രി എന്തിനാണ് വരുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. അത് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ BJP നേതൃത്വവും അതിൽ വിശദീകരണം നടത്തണം എന്നുകൂടി പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുകയാണ്. GK സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.